Hello guys, welcome back to my YouTube channel. ആരെങ്കിലും എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഒത്തിരി മാസമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല, ചെറിയ 1-2 സാധനങ്ങളൊക്കെ മേടിക്കാനാണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും അനിയനും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ്. സോ പോകുന്ന വഴിയിലുള്ള കുറച്ച് എന്തെങ്കിലും നമ്മൾ കാണുവാണെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വ്ളോഗ്. ഓക്കെ, സോ ബൈ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകണമെങ്കിൽ അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഹാർഡ്ലി 5 minutes ഒക്കെ ആകുമ്പോഴത്തേക്കും ടൗൺ എത്തും. ഇന്നൊരു അടുത്ത ദിവസം ആയത് കാരണം വലിയ തിരക്കും കാര്യങ്ങളൊന്നും റോഡിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെയല്ല, ഈ സമയത്തൊക്കെ ഒരു ഈവനിങ് ടൈമൊക്കെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും ഒട്ടുക്കത്തെ തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ മഹാറാണി വെഡിങ് കളക്ഷൻസിൽ എത്തിയിട്ടുണ്ട്. ഈ അടുത്താണ് ഇവരുടെ കട റെനോവേറ്റ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടിപൊളി കളക്ഷൻസ് ഉണ്ട്, നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റ്സിനൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടുമെന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് കുർത്ത സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് നോക്കുന്നത്. ഇഷ്ടം പോലെ കലങ്കാരി അജ്രക് പ്രിൻസ് ക്ലോത്ത്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ഞാനൊരു റെഡ് ക്ലോത്ത് സെലക്ട് ചെയ്തു. അത് യോക്ക് പോർഷൻ വെക്കാനാണ്. എന്നിട്ട് നമ്മൾ കാണുന്ന ഒരു ക്ലീശ കുർത്തയില്ലേ, റെഡും ബ്ലാക്കും ആയിട്ടുള്ള, അങ്ങനെ കുർത്ത സ്റ്റിച്ച് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആയിട്ടുള്ള ആ ക്ലോത്ത് മെറ്റീരിയലും പിന്നെ അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്കവിടെ വേറെയും ഒത്തിരി മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും ഓർണർ എടുക്കാനാണല്ലോ വന്നത്. സാധാരണ ഓർണർ എടുക്കാൻ വന്നാൽ ഞാൻ 10 എടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ജസ്റ്റ് ഓർണർ എടുത്തിട്ട് പോകാമെന്ന് കരുതി അങ്ങോട്ട് പോയി. അപ്പോൾ അത് നല്ല ദുപ്പട്ടാസൊക്കെ കണ്ടു. അപ്പോൾ ഞാനൊരു ദുപ്പട്ട, നല്ല എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദുപ്പട്ട കണ്ടു. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഡ്രസ്സിന് ഇടാനല്ലോ എന്ന് കരുതി അതും എടുത്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് പിന്നെ ക്യാഷൊക്കെ പേ ചെയ്തിട്ട് അവിടുന്ന് ആ പാക്കറ്റ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് പിന്നെ മഹാറാണിയിൽ നിന്ന് ഇറങ്ങി. എപ്പോഴാണെങ്കിലും ഷോപ്പിംഗ് ചെയ്യുന്നത് എനിക്കൊരു തെറാപ്പിയാണ് കേട്ടോ. നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആവാൻ ഷോപ്പിംഗ് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്യാറുണ്ട്. മന്ത്ലി വൺസ് എങ്കിലും ഞാൻ എന്താണെങ്കിലും ഒരു ഷോപ്പിങ്ങിനും, അതിപ്പോൾ എന്തെങ്കിലും ചെറിയ കുഞ്ഞു സാധനങ്ങളായിരിക്കും വാങ്ങിക്കുന്നത്, എന്നാൽ പോലും അത് വാങ്ങിക്കുമ്പം എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. ഇപ്പം മഴയൊക്കെ മാറി ഭയങ്കര ചൂടാണ് കേട്ടോ. വെളിയിലിറങ്ങി കഴിയുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സ് ആണ്. എനിക്ക് വീട്ടിലിരുന്ന് ടീഷർട്ട്സും പിന്നെ എൻ്റെ ബ്രദറിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം മേടിക്കാൻ വേണ്ടി നമ്മൾ മാക്സിലേക്ക് പോകാമെന്ന് വെച്ചു. മാക്സ് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്, ജസ്റ്റ് കുറച്ച് ദൂരമാണ് മാക്സിലേക്കുള്ളൂ. ഇത് കണ്ടോ, നമ്മൾ പോകുന്ന വഴിയിൽ ആക്ച്വലി മഴക്കാറൊക്കെ ഉണ്ട്, പക്ഷെ മഴ പെയ്യണില്ല. ഈ മഴക്കാറ് വന്നിട്ട് മഴ പെയ്യാതെ നിൽക്കുമ്പോൾ അല്ലെങ്കിലും ഭയങ്കര ചൂടാണ്. നമ്മൾ മാക്സിൽ ചെന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മാക്സിൽ കിട്ടില്ല ഓഫേഴ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും തന്നെ 30% ഓഫ്, 50% ഓഫ്, പിന്നെ ഫ്ലാറ്റ് 199 സെയിൽ, 399 സെയിൽ, അങ്ങനെ മാക്സിൽ കിട്ടില്ലാനായിട്ടുള്ള സെയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് ഫ്ലോറിലേക്കായിരുന്നു നമുക്ക് ആദ്യം പോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലിഫ്റ്റൊക്കെ പിടിച്ച് സെക്കൻഡ് ഫ്ലോറിലെത്തി. അവിടുന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാണ്. സ്കൂൾ തുറക്കുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആൾക്കാരൊന്നും മാക്സിലുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ഫ്ലോറിൽ തന്നെ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇങ്ങനെ തിരക്കിലൊക്കെ ഷോപ്പ് ചെയ്യുന്നതിനെക്കാട്ടിയും വലിയ തിരക്കൊന്നും ഇല്ലാതെ ഷോപ്പ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം മാക്സിന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ വാവയ്ക്ക് ബേബി വൈപ്സ്, പാമ്പേഴ്സ് അതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. സോ അത് എല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നും ബില്ല് ചെയ്ത് ഇറങ്ങി. പിന്നെ നൈസായിട്ട് വീട്ടിലേക്ക് പോയി. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞു സാധനം മേടിക്കുമ്പോഴാണെങ്കിലും അത് മേടിക്കാൻ ജസ്റ്റ് വെളിയിൽ ഇറങ്ങുക, ഡ്രസ്സപ്പ് ചെയ്യുക, അങ്ങനെ പോകുന്നതൊക്കെ എനിക്കെന്തോ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഇത്രയാണുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര മാർഗമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ഇല്ലെങ്കിലും അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാനും ബ്രദറും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെ ടാറ്റ ബൈ, ടേക്ക് കെയർ.